സമപഥ്യത യസ്തു തത്ര പുമാൻ സോഭൂൻ മനുസ്വായംഭുവസ്വരാൾ ത്രീയാസീശതരൂപാഖ്യ മഹിഷസ്യ മഹാത്മനാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ചിന്തനത്തിൽ നിന്നും, ഏത് ചിന്തനം? ഇവരൊക്കെ ആരെ മറക്കണം? ഭഗവാനെ മറന്നുകൊണ്ടുള്ള സൃഷ്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് 2 മിഥുനങ്ങൾ പ്രകടമായി, 2 പേര് പ്രകടമായി. അവരായിരുന്നു സ്വായംഭുവമനുവും ശതരൂപാദേവിയും. ഇനി ഇവിടുന്നാണ് നാടകം തുടങ്ങുന്നത്. അപ്പോൾ സൃഷ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടികളൊക്കെ ഏറ്റവും അദ്ദേഹം ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിച്ചു. ഏതാത് മഹാമോഹം ഇത്യാദി കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം അദ്ദേഹം ആ മഹാമോഹം നീക്കിക്കൊണ്ട് കുറെ സൃഷ്ടി ചെയ്തു. അവരൊക്കെ സൃഷ്ടിയിൽ തന്നെ ബോധ്യം വന്നു, മറ്റൊന്നിനെയും ഇവിടെ സുഖത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി ആശ്രയിക്കേണ്ടതില്ല. വീണ്ടും ബ്രഹ്മാവിന് മനസ്സിലായി, ഇങ്ങനെ സൃഷ്ടിച്ചാൽ ഈ ലോകം ഒരിക്കലും വിപുലീകരിക്കപ്പെടില്ല. നാടകം നടക്കണമെങ്കിൽ ഏത് വേണം? കുറച്ച് മഹാമോഹം ചേർക്കണം. അതുകൊണ്ട് മഹാമോഹം ചേർത്തുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചതാണ് സ്വായംഭൂമനുവും ശതരൂപാദേവിയും. അതിൽ നിന്ന് ആദ്യം പ്രകടമായവരാണ് ആര്? സ്വായംഭൂമനുവും ശതരൂപാദേവിയും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഭാഗവതത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ, ഈ ഭാഗവതം നമ്മൾ കടന്നു പോകുമ്പോൾ, ഇനി ഇവരിൽ നിന്നാണ് സൃഷ്ടി പരമ്പര വിപുലീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ്, ക്യാരക്ടേഴ്സാണ്. ആരൊക്കെ? സ്വായംഭൂമനുവും ശതരൂപാദേവിയും. ഈ സ്വായംഭൂമനിൽ നിന്നാണ് പിന്നീട് മനുസംഹിത തുടങ്ങിയതൊക്കെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരംശത്തിൽ നിന്ന് സ്വയംഭൂമനുണ്ടായി, ശതരൂപയുണ്ടായി. ഇങ്ങനെ ബ്രഹ്മാവ് നോക്കി നിൽക്കെ ഈ സ്വായംഭൂമനുവിന് ശതരൂപാദേവിയെ നോക്കിയപ്പോൾ ഒരാകർഷണം തോന്നി. എന്താ ആകർഷണം? സ്വായംഭൂമനുവിന് തോന്നുകയാണത്രേ, ഈ ശതരൂപാദേവിയെ കിട്ടിയാൽ എൻ്റെ ജീവിതം സുഖകരമായി തീർന്നു. അപ്പം സുഖം ഇരിക്കുന്നത് ഈ ശതരൂപയുടെ ദേഹത്തിലാണെന്ന് ആർക്ക് തോന്നണോ? സ്വായംഭൂമന് തോന്നണോ? അപ്പൊ സുഖം തന്നിലില്ല എന്നുള്ളൊരു തോന്നലും സുഖം മറ്റൊരാളിലാണെന്നുള്ള തോന്നലും സ്വായംഭൂമനുവിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഇനി ശതരൂപാദേവിക്കാണെങ്കിലോ, ശതരൂപാദേവിക്ക് തോന്നുന്നത് ഈ സ്വായംഭൂമനുവിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം, എനിക്കൊരു ധൈര്യം കൂടുന്നത് പോലെ എന്ന്. അപ്പോൾ സ്വായംഭൂമനുവിൻ്റെ ശരീരത്തിലാണ് എന്തിരിക്കുന്നത്? ധൈര്യം ഇരിക്കുന്നത്, ശക്തി ഇരിക്കുന്നത് എന്ന്. തന്നിൽ ശക്തിയില്ല എന്ന് ആർക്ക് തോന്നി? ഈ ലോകത്തിലേക്ക് നിങ്ങൾ നോക്കൂ. മനുഷ്യൻ ഓടുന്നതും ചാടുന്നതും ഒക്കെ സുഖത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ സുഖം വർദ്ധിപ്പിക്കാനുള്ളതല്ലേ? ആണോ അല്ലയോ? പക്ഷെ ഒന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ഈ സുഖവർദ്ധനത്തിന് വേണ്ടി കണ്ടെത്തിയതൊന്നും നമ്മുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്, ഉള്ള സുരക്ഷിതത്വം നശിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? നമ്മളിപ്പോൾ സുരക്ഷിതരല്ല എന്നുള്ള തോന്നൽ നമുക്ക് കൂടിയിരിക്കുകയാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച പൂട്ടി ഗുരുവായൂരൊക്കെ പോയിട്ട് ഭജിക്കാന്നൊക്കെ വലിയൊരു വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം കള്ളന് കൊണ്ടുപോകാൻ പറ്റാത്ത പത്തായം, അവൻ എത്ര തപസ് ചെയ്താലും കൊണ്ടുപോകാൻ പറ്റില്ല. അത് കൊണ്ടുപോകാൻ പറ്റിയ പത്തായം വലിയ ഫ്രിഡ്ജാണ് നമുക്ക് അന്നുണ്ടായിരുന്നത്. പിന്നെ ഒരുവിധം പെട്ടികളൊന്നും തുറക്കാൻ തന്നെ പറ്റില്ല. അപ്പം സുഖം തരുന്നതൊന്നും സുരക്ഷിതത്വം കൂട്ടുകയല്ല, ഉള്ളത് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രപഞ്ച ജീവിതമെങ്കിൽ പറയണു, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ആണിന് തോന്നുന്നു സുഖം പെണ്ണിലാണെന്ന്, പെണ്ണിന് തോന്നുന്നു ശക്തി ആണിലാണെന്ന്. ഈ ഒരു വിചാരമാണ് അവരെ പരസ്പരം അടുപ്പിക്കുന്നത് പറയാണ്. എന്നാൽ ആണിന് സുഖം പെണ്ണിലാണെന്ന് പറയുമ്പോഴും ആ പെണ്ണിന് സുഖം തരണമെങ്കിൽ അപ്പോഴും ആ ശരീരത്തിലും ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം വേണം. ഒരു ശവമായി തീർന്നാൽ പിന്നെ പെണ്ണിൽ നിന്ന് ഒരിക്കലും സുഖം കണ്ടെത്താൻ പറ്റില്ല. പറ്റുമോ? മിസ് വേൾഡാന്ന് പറഞ്ഞിട്ട് ആൾ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിസ് വേൾഡിനെ എടുത്തു വയ്ക്കുമോ? ആരും എടുത്തു വയ്ക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ എല്ലാവരും എല്ലാം ചെയ്യുന്നത് പോലെ കൊണ്ട് കുഴിച്ചിട്ട് അല്ലെങ്കിൽ കത്തിച്ച് ഭസ്മാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിസ് വേൾഡിൻ്റെ ഉള്ളിൽ നിന്നും ചൈതന്യം മിസ്സായാൽ പിന്നെ അവർ മിസ് വേൾഡ് അല്ല. ആണോ? അല്ല. ഇതാണ് സത്യം. അപ്പോൾ സുഖം തരുമെന്ന് പറയുന്ന വ്യക്തിക്കും സുഖം തരണമെങ്കിൽ ചൈതന്യം വേണം. ശക്തി തരുമെന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് ശക്തി തരണമെങ്കിൽ അയാൾക്കും ചൈതന്യം വേണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കുറവിടം എവിടെയായിരിക്കണം? പക്ഷേ ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം മനുഷ്യൻ സുഖത്തിനും ശക്തിക്കും വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കുന്നു. ഇങ്ങനെ സ്വയംഭൂമനുവിൻ്റെ കാലം മുതൽ
മനുഷ്യൻ സുഖത്തിനും ശക്തിക്കും വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടങ്ങി. ആരെ ആശ്രയിക്കുന്നില്ല? അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ ആശ്രയിക്കാൻ അവൻ ശ്രമിച്ചില്ല. മറ്റൊരു ശരീരത്തെ ആശ്രയിക്കാൻ തുടങ്ങി. എപ്പോഴും സുസ്ഥിരമല്ലാത്ത ചഞ്ചലമായിരിക്കുന്ന, കുറേയും കൂടി ഞാൻ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിനാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ സുഖത്തിനും ശക്തിക്കും വേണ്ടി ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം അതിലേക്ക്, പ്രകൃതിയിലേക്ക് തിരിഞ്ഞു പറയാണ്. ഏതായാലും ബ്രഹ്മാവിന് വളരെ സന്തോഷമായി. എന്താ സന്തോഷം? യസ്തു തത്ര പുമാൻ സോഭൂന്മനോ സ്വായംഭുവസ്വരാൾ ശ്രീയാസി ശതരൂപാക്യ മഹിഷസ്യ മഹാത്മന തഥാ മിഥുനധർമ്മേണ പ്രജാഹ്യേതാം ബഭൂവരേ സചാപി ശതരൂപായം പഞ്ചാപത്യ ജജീജനൽ. ഇനി ഇവരിലൂടെ പ്രജകളെ വർദ്ധിപ്പിക്കും എന്ന് ബ്രഹ്മാവിന് വളരെ സന്തോഷമായി. കണ്ടത് അവരെ രണ്ടുപേരെയും ചേർത്ത് വെച്ചു. അങ്ങനെ ആദ്യത്തെ വിവാഹം ആര് തമ്മിലായി? സ്വായംഭൂമനുവും ശതരൂപയും. സ്വായംഭൂ മനു എന്നുള്ള ശബ്ദം തന്നെ സ്വയം ഭവിച്ച മനു ആരാണ്, അല്ലെങ്കിൽ സ്വയംഭൂവിൽ നിന്നും ഭവിച്ച മനു ആണ് സ്വായംഭൂ മനു. ശതരൂപ എന്ന് പറഞ്ഞാൽ ശതം രൂപമെടുക്കാൻ കഴിയുന്നവളാണ് ശതരൂപാദേവി. ആ അർത്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഇങ്ങനെ വിപുലീകരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നീട് സ്വായംഭൂ മനു പിതാവായിരിക്കുന്ന ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ്? ഞാൻ ഈ പ്രജകളെയൊക്കെ വർദ്ധിപ്പിച്ച് എവിടെയാണ് താമസിക്കേണ്ടത് എന്ന്. യഥാ സ്വഭാര്യാസാകം ജാത സ്വായംഭുവോ മനോ പ്രാഞ്ജലി പ്രണതശ്ചേദം വേദഗർഭമപാശത ത്വമേക സർവഭൂതാനം ജന്മകൾ വൃത്തിതപ്പിതാം അദാപിന പ്രജാനം തേ ശുശ്രൂഷ കേന വാ ഭവിൽ തദ്വിദേഹ നമസ്തുഭ്യം കർമ്മസിദ്ധ്യ ആത്മശക്തിഷു യത്കൃത്വേഹ യശോ വിഷ്ൽ അമുത്ര ച ഭവേൽ കദി. സ്വഭാര്യ സ്വായംഭൂമനു, സ്വായംഭൂമനു ഭാര്യയോടുകൂടി പ്രാഞ്ജലി പ്രണമിച്ചുകൊണ്ട് വേദഗർഭം ബ്രഹ്മാവിനോട് ചോദിച്ചു, അങ്ങ് ഞങ്ങളെ പുത്രോത്പാദനത്തിന് വേണ്ടി, പ്രജാവർദ്ധനത്തിന് വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ഇനി ഞങ്ങൾ എവിടെയാണ് പ്രജകളെ വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും, എങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം സൃഷ്ടി വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാലും. ഏതായാലും ബ്രഹ്മാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്ഥാൽവാംശിതീശ്വര എന്നിർവിളീകേന ഹൃദി ശാതിമേത്യാത്മനാർപ്പിതം. നിങ്ങൾ വളരെ വിനയത്തോടുകൂടി എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ വളരെ പ്രീതനായി. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ധാരാളം പ്രജകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയെ നിറച്ചാലും പരം ശുശ്രൂഷണം മഹ്യം സ്യാൽ പ്രജാരക്ഷയാ നൃപ ഭഗവാൻ സ്ത്രേ പ്രജാപത്തു ഋഷികേശോനു തുഷ്യതി. അങ്ങനെ നിങ്ങൾ ഭഗവാനെ സന്തോഷിപ്പിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ സ്വയംഭൂമന് ചോദിക്കുകയാണ്, അല്ല അങ്ങ് ഞങ്ങളോട് സൃഷ്ടികളെയൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞുവെങ്കിലും ആദേശം ഭഗവതോ വർത്തേയാമി വസൂദന സ്ഥാനം തിഹാനുജാനീഹി പ്രജാനം മമജ പ്രഭോ. അങ്ങ് ഞങ്ങളോട് പ്രജകളെയൊക്കെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു, പക്ഷേ ഏത് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ടത്? കാരണം യദോക സർവസ്വത്താനം സത്വാനം മഹീമഗ്നമഹംബസി അസ്യാ ഉദ്ധരണേ യജ്ഞോ ദേവദേവ്യാ വിധീയതം. പ്രജകളെ വർദ്ധിപ്പിക്കേണ്ടെന്ന ഭൂമി ഇപ്പോ മഗ്നമാണ്. എവിടെ? വെള്ളത്തിൽ മഗ്നമാണ്. മഹീമഗ്ന മഹാംബസി, ഇത് അങ്ങേറ്റം ആഴ്ന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ധരണേ യജ്ഞോ, ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാതെ എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രജകളെ സൃഷ്ടിക്കാൻ പറ്റുക? അപ്പം ഇവർ പ്രജകളെ സൃഷ്ടിക്കാൻ തയ്യാറായെങ്കിലും എന്തില്ല, ഇവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. നോക്കൂ, ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ വിവേകമുള്ളവർ ചോദിക്കില്ല, ഇവർ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണുള്ളത്? ചന്ദ്രനിൽ നിന്നാണ് ചോദിക്കുന്നത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക്, ബ്രഹ്മാവെ എവിടെയാണ് ഞങ്ങൾ സൃഷ്ടി നടത്തേണ്ടത് എന്നുള്ളത്. അപ്പം ഇവരൊക്കെ എവിടെയാണ് വന്നിരിക്കുന്നത്? ഈ കഥകളൊക്കെ എവിടെയാണ് നടക്കുന്നത്? ആകാശത്തിലോ? ഭൂമിയിലാണ് ഈ കഥകൾ നടക്കുന്നത് അല്ലേ? അപ്പം ഇപ്പം ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്നിട്ട് സ്വയംഭൂമന് പറയുന്നു, ഭൂമി വെള്ളത്തിൽ പോയിരിക്കണു, ഭൂമി എന്നെ കാണാനില്ല. അപ്പം ഇവർ വെള്ളത്തിലാണോ? അപ്പോൾ അപ്പം ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ മനുഷ്യപ്രജകൾ രണ്ടും വെള്ളത്തിലാണോ? അതുകൊണ്ടാണോ വെള്ളം ഇങ്ങനെ വർദ്ധിച്ചത് ഇവിടെ? ആണോ? അപ്പം ഇതൊരു ചോദ്യമുണ്ട്. ഏതായാലും ഇതിൻ്റെ ഉള്ളിലുള്ള ആന്തരികാർത്ഥം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൺഫ്യൂഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഈ കഥകൾക്കൊക്കെ ഒരു അർത്ഥമില്ലായ്മ വരും. ഏതായാലും
അദ്ദേഹം ഒരു നിമിഷം കഥയുടെ തത്വത്തിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. ആ കഥ ഞാൻ മുഴുവിപ്പിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരമേഷ്ടിത്വഭാ മധ്യേ തഥാ സന്നാമപേക്ഷകം കഥമേനാം സമുന്നേഷ്യ ഇത് ദദ്യോതിയാചിരം. ഒരു നിമിഷം ബ്രഹ്മാവ് വളരെ സങ്കടത്തിലായി. ഭഗവാനെ, ഞാൻ പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, പ്രജകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 എണ്ണത്തിനെ പടച്ചു വിട്ടു. ഇപ്പം അവർ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. ഇനിയിപ്പോൾ അവർ ക്ലോസ് ചെയ്താൽ, അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച ഉടനെ മക്കൾ പറയണം, അമ്മേ ഞങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്ത് തരണം, അച്ഛാ ഫ്ലാറ്റ് എടുത്ത് തരണം എന്ന്. അതെന്തിനാടാ? അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ജീവിതം ഫ്ലാറ്റാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു സ്ഥലം തന്നില്ലെങ്കിൽ, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. സൃജതോമേ ചിതിർവാവിപ്ലാവ്യമാനാര സംഘത. രസലോകത്തിലേക്ക്, പാതാളത്തിലേക്ക് പോയിരിക്കുന്ന ഈ ഭൂമിയെ അതാത്ര കിമനുഷ്ഠേയം അസ്മാഭിസർഗയോജിതൈ. ഭഗവാനെ, എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അവിടുന്ന് തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണേ, അവിടുന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണിച്ചു തരണേ എന്ന് അദ്ദേഹം ഇങ്ങനെ ധ്യാനനിരതനായിട്ടിരുന്നപ്പോൾ യസ്യാഹം ഹൃദയാദാസം സയീശോ വിദദാതുമേ ഇത്യഭിധ്യായതോ നാസാഭിവിരാൽ സഹസാനകാം വരാഹതോഗോ നിരകൾ അങ്കുഷ്ടപരിമാണക സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ധ്യാനനിരതരായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ സാന്നിധ്യം പ്രകടമായി. ഒരു നിമിഷം ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ ഇത്യഭിധ്യായതോ നാസാവിരാൽ സഹസാനക വരാഹതോഗോ നിരകൾ അങ്കുഷ്ടപരിമാണക. അങ്കുഷ്ടം തള്ളവരൽ, അതിൻ്റെ രൂപത്തിൽ വരാഹതോകം, പന്നിക്കുട്ടി എവിടുന്ന് ചാടി? മൂക്കിൽ നിന്ന് ചാടി. അങ്ങനെ ഭഗവാൻ ആദ്യം അവതരിച്ചത് ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെയാണ്. മൂക്കിലൂടെ അവതരിച്ച അവതാര രൂപമാണ് ഏത്? വരാഹരൂപം. നോക്കൂ, വളരെ അത്ഭുതമല്ലേ ഇങ്ങനെ ഒരു അവതാരം വരുന്നത്? മൂക്കിൽ കൂടെ പ്രസവിച്ചിട്ട് വരിക എന്നുള്ളത്. ബ്രഹ്മാവ് ഒരു നിമിഷം അത്ഭുതപരതന്ത്രനായി. എന്താ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയതെന്ന്? സാധാരണ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ പലതും വരും, പക്ഷേ ഈ പന്നി വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു പന്നി ഇങ്ങനെ അവിടെ നിൽക്കുന്നതും പെട്ടെന്ന് ഗജമാത്ര പ്രവൃതേ തമത്ഭുത മഹോന്മവൽ, പെട്ടെന്ന് ഒരു ആനയുടെ രൂപത്തിലേക്ക് അങ്ങോട്ട് വലുതായി. ആ സമയത്ത് ബ്രഹ്മാവിന് മനസ്സിലായി ഇത് സാധാരണ പന്നി അല്ല എന്ന്. സാധാരണ പന്നി എന്ന് പറഞ്ഞാൽ ഒത്തിരി മോശപ്പന്നിയാണ്. ഇത് കുറച്ച് വലുതാവുന്ന, പെട്ടെന്ന് വലുതാവുന്ന ഒരു പന്നി. എന്നാ അത് ഹൈബ്രിഡ് വെറൈറ്റി ആണോ? ബ്രഹ്മാവ് നോക്കുന്നതും ആ ഭഗവാന്റെ രൂപം വലുതായതും അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വരുന്നു. മരീചി പ്രമുഖൈ വിപ്രൈ കുമാരേ മനുനാസഹ ദൃഷ്ട്വാതൽ സൗകരം രൂപം തർക്കയാമാസ ചിത്രത കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബദ ആശ്ചര്യമിതം നാസായാമേ വിനിസൃതം. എൻ്റെ മൂക്കിലൂടെ പ്രകടമായിരിക്കുന്ന ഈ രൂപം എനിക്ക് ആശ്ചര്യം തരുന്നു. അപ്പോഴേക്കും സപ്തർഷികൾ അവിടെ ചെന്നു. സനൽകുമാരാദി മഹർഷിമാർ അവിടെ എത്തി. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ യജ്ഞപുരുഷോ ജഗജ്ജാഗേന്ദ്ര സന്നിഭ ബ്രഹ്മാണം ഹർഷയാമാസ ഹരിംസ്താസ്തിയോത്തമൻ സ്വഗർജിതേന കകുബ പ്രതിന്നൊസനയാ വിഭൂ. ഭഗവാൻ ഉച്ചത്തിൽ അങ്ങോട്ടൊരു ഗർജനം ചെയ്തു, പന്നിയുടെ ഒരു ഗർജനം. നിശമ്യതേ ഘർഘരിതം സ്വഗേത ക്ഷയിഷ്ണമായാമയ സൂകരസ്യ ജനതപസ്സ നിവാസിനസ്തേ ത്രിഭിപ്പവിത്രൈ മുനയോ ഗൃണൻ സ്മ. ഭഗവാൻ ആ ഘരഘര ശബ്ദം അതങ്ങോട്ട് ഉണ്ടാക്കിയതും ഋഷീശ്വരന്മാര് ആ ഭഗവാന്റെ മഹിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇത് സാക്ഷാൽ യജ്ഞസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് അവർക്ക് നല്ലവണ്ണം ബോധ്യം. ഭഗവാനാണെങ്കിലോ ഉക്ഷിപ്ത്യവാല ഖര കഠോര സടാ വിധുന്നൻ ഘരരോമശക്ൽ കുരാഹദാഭ്രിസ്ദ്രംശീക്ഷ ജ്യോതിർഭവാസേ ഭഗവൻ മഹീന്ദ്ര. ഭഗവാൻ തൻ്റെ വാലൊക്കെ ഒന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് തൻ്റെ കഠോരമായ രൂപക്കൊന്ന് ഒന്നുകൂടി ഉഷാറാക്കിക്കൊണ്ട് ഭഗവാൻ ഗുരാഹത അവിടെ നിന്ന് രോമൊക്കെ ഒന്ന് കടഞ്ഞുകൊണ്ട് ഒന്ന് രോമം ഘരക്ഷതൽ ഭഗവാൻ ഒന്ന് കുടഞ്ഞുകൊണ്ട് ഭഗവാൻ അവിടെ നിന്നൊന്നു എണീറ്റ് നിന്നു. എന്നിട്ടോ ഗ്രാണേന ഭൃത്യാ പദവിം വിജുഘ്രൻ ക്രോപോപദേശ സ്വയമധ്വരാഗാം കരാളദൃഷ്ടോപ്യകരാളദൃഗ്ഭ്യാം ഉദ്ദീക്ഷ്യ വിപ്രൻ ഗൃണതോ വിശക്കം. ഘ്രാണേന, പന്നിയുടെ സ്വഭാവം ഘ്രാണിക്കലാണ്, മൂക്കുകൊണ്ട് ഇങ്ങനെ വാസനിക്കും. ഭഗവാൻ ആരെയാണ് നോക്കുന്നത്? പൃഥിവി. ആരെയാണ്? ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അവിടെ നിന്ന് ആ ഒരു തൻ്റെ ശരീരത്തെ നേരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ്. ഗുരൈക്ഷുരപ്രീധരയൻ തദാപ ഉത്പാരപാരം ത്രിപരൂരസായം ദദസ്സഹം തത്ര സുഷുപ്സുരഗ്രേ
യാം ജീവദാനിം സ്വയമഭ്യദത്താം. ഭഗവാൻ ആ രസലോകത്തിൽ മുങ്ങിക്കളിച്ചിരിക്കുന്ന ആ ഭൂമിയെ കണ്ടതും ഭഗവാന് വളരെ സന്തോഷമായി. ആ ഭൂമിയെ കണ്ടിട്ട് ഭഗവാൻ സ്വദ്രംഷ്ടയോ ധൃത്യമഹിം നിമഗ്നം സൗത്യതസാം രുചേരസായ തത്രാദിദൈത്യം ഗതയാപതന്ധം സുനാപസന്ധീവിത തീവ്രമന്യോ. ഭഗവാൻ തൻ്റെ തേറ്റമേൽ കൊമ്പിൻ്റെ മുകളിൽ ആ ഭൂമിയെ എടുത്തു കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും അവിടെ ഒരു ദൈത്യൻ വന്നു അത്രേ, ഭഗവാനെ തടയാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. അവൻ്റെ പേരായിരുന്നു ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ദൈത്യൻ. ഏതായാലും അപ്പം വീണ്ടും ഒരു ചോദ്യം വന്നു. ഇവിടെ രണ്ടുപേരെ പടച്ചതേ ഉള്ളൂ, സ്വയംഭൂ മനുവിനെയും ശതരൂപ. ഇപ്പം ഈ പാർട്ടി ഇവിടുന്ന് വന്നു. ഒന്ന് നമ്മൾ ശരിയാക്കി എടുക്കുമ്പോഴേക്കും വേറൊന്ന് കുഴപ്പത്തിൽ കയറി വരുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബ്രഹ്മാവ് ഇവിടെ നല്ലത് പഠിച്ചപ്പോഴേക്കും അപകടമുള്ളത് നേരത്തെ ഉണ്ട്. അത് എല്ലാ മതങ്ങളിലും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഇപ്പം ഫാദർ ഇൻ ദ ഹെവൻ അല്ലെങ്കിൽ അള്ളാഹു, ഇതൊക്കെ വരുമ്പോഴും ഇവിടെ ചെകുത്താന്മാരും ഉണ്ട്. ചെകുത്താന്മാരും എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലവരും ഉണ്ട്, ചീത്തവരും ഉണ്ട്. അപ്പോൾ പാപം ചെയ്തവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി